നയിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കാമുകിയെ കാമത്തോടെ കാമുകിയെ കാമത്തോടെ കാണുന്നവനല്ല കാമുകൻ. അതാണ് യഥാർത്ഥ കാമുകൻ. ഭയങ്കര നമ്മളിപ്പോ പരമാവധി തട്ടിവിടാറുണ്ട്. തട്ടി വെറുതെ ചുമ്മാ വിട്ടുന്നേക്ക് പറ്റാത്ത കുറെ വാക്കും തന്ന് വാഗ്ദാനം തന്ന് അവിടെ പുറകെ നടക്കുന്നു. ഞങ്ങളുടെ വാലന്റൈൻസ് ഡേയുടെ തുടിക്കുന്ന ഹൃദയം ഗൈസ്, തുടിക്കുന്ന ഹൃദയം ഗൈസ്. ഹലോ, വെൽക്കം ബാക്ക് ടു ഫാമിലി തടിയും പൊട്ടും. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ഇടിച്ച് പൊട്ടിക്കണം. അമ്മേ. അപ്പൊ പിന്നെ എന്താ പറയാ, നമ്മുടെ സെക്കൻഡ് ചാനല്, എന്റെ സെക്കൻഡ് ചാനല് താടിയും പൊട്ടും ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ മാറി ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ താടിയും പൊട്ടും ടോക്സ് കൊട്ട സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. സന്തോഷമായി എനിക്ക്. ഞാൻ അത്രയും വേഗം വിജയിച്ചില്ല. അപ്പൊ പുതിയൊരു എപ്പിസോഡും കൂടി അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, താടിയും പൊട്ടും ഒഫീഷ്യൽ. പിന്നെന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? ഹാപ്പി വാലന്റൈൻസ് ഡേ ഗൈസ്. ഞങ്ങളെ പിള്ളേർക്ക് ഞങ്ങള് വിഷ് ചെയ്യാണ് ഗൈസ്. ഞങ്ങൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ചില വീഡിയോകളൊക്കെ ആക്കിയിട്ട് ഇപ്പൊ ആയിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും മുട്ടം പനിയാണ്. പനി ആദ്യക്ക് മാത്രം മരുന്ന് കൊടുത്തപ്പോ കുറഞ്ഞു, അവന് ചൂടായത് പോയി. പക്ഷെ അപ്പൂസ് എനിക്കൊക്കെ തൊണ്ടവേന. വിച്ചു വേണം ആദ്യം പനി കൊണ്ടു 3 ദിവസമായി വിച്ച് നടക്കണു പനിയായിട്ട്. അവന്റെ എനിക്ക് കിട്ടി, അപ്പൂസിന് കിട്ടി. തൊണ്ടവേനയ്ക്കുള്ള മരുന്നും ആവിപിടുത്തം ചുക്ക് കാപ്പി ഒക്കെ കുടിച്ചിട്ടാ ഗൈസ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ പരിപാടി? പ്രണയിക്കുന്നവരൊക്കെ ഉറങ്ങാതെ ഇരുന്ന് ചാറ്റിംഗ് ഒക്കെ ആയിരിക്കില്ലേ? ഞങ്ങളും നിങ്ങളെ പോലെ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് ഗൈസ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയിച്ച് കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പ്രണയിച്ച് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റാതെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുവരെ ഇപ്പൊ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുവരെ KT മിറാഷുകളുണ്ടെങ്കിൽ അവരും കമന്റ് ചെയ്യുക. എന്താ പറയാ, പ്രണയം ഒരു വലിയ അടിപൊളി വികാരം തന്നെയാണ്. പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു വേൾഡിലാന്ന് തോന്നും, അല്ലെ ഗൈസ്? ഞാൻ വേറൊരു വേൾഡിലായിരുന്നു. അയ്യോ, വല്ലാത്തൊരു വേൾഡിലായിരുന്നു, ഒരു ഫാന്റസി ലോകത്ത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ റിയലൈസ് ചെയ്ത് കൊടുക്കുന്ന ആളായിരുന്നു. ഇവളെ എനിക്ക് പറഞ്ഞുതരും. ഞാൻ ഉപദേശിച്ച് കൊല്ലണ്ട ഒരു KT മിറാഷായിരുന്നു. വിച്ച് ഭയങ്കര ഫാന്റസി വേൾഡ്, വളരെ മറ്റെന്താ പറയാ, ഭയങ്കര ക്യൂട്ട്, പക്ക ഒരു എന്താ പറയാ പൈങ്കിളി ലവർ, ഒരു സിനിമാറ്റിക് ലവർ, അങ്ങനെയൊക്കെ. ഏയ്, എന്റെ സുധീര സ്ഥാനം തട്ടിയെടുക്കരുത്. ഇത് പെപ്പേ അതല്ല ഞാൻ പറഞ്ഞ അതൊരു ഭയങ്കരമാണല്ലോ അങ്ങനത്തെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. അപ്പൊ വിച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാന്റസി അവന് ലൈഫിൽ റിയലൈസിങ് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതല്ല ഇഷ്ടം. ഞാൻ അത് കൂടുതൽ പറയാം. അപ്പൊ ഇവനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ മറ്റോ മറിച്ച് ഫാന്റസി മറ്റോ മറിച്ച് ആ രീതി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും ദൈവത്തെ അവിടെ ചെന്ന്. അപ്പൊ ഞാൻ അവനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ലൈഫിന്റെ സീരിയസ്നെസ്സിലേക്കൊക്കെ ഞാൻ കൊണ്ടുപോകും. അതെ, നമ്മള് എന്താ പറയാ, നമ്മുടെ ഈ കാറ്റാള വാഴ കഞ്ചോളം എന്റെ കാറ്റാള വാഴ കണ്ടത് ഈ പ്രണയ ദിനത്തിൽ എന്റെ കാറ്റാള വാഴയെ ഓർത്തുകൊണ്ട് ഞാൻ ഒരു മെമ്മറി പങ്കുവയ്ക്കും. അത് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണോ? അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ലൈഫിലായി കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ അപ്പൊ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ പറയുമ്പോ വിച്ചു അപ്പൊ അങ്ങനെ അപ്പൊ അതനുസരിച്ച് തന്നെ നിൽക്കൂട്ടാ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാവും, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാവും, അങ്ങനെയൊക്കെ പറയും. ഭയങ്കര പരമാവധി തട്ടിവിടാറുണ്ട്. തട്ടി വെറുതെ ചുമ്മാ വിട്ടുന്നേക്ക് പറ്റാത്ത കുറെ വാക്കും തന്ന് വാഗ്ദാനം തന്ന് അവിടെ പുറകെ നടക്കുന്നു. നിങ്ങൾ ഒരിക്കലും പറ്റാത്ത വാക്കുകൾ വാഗ്ദാനങ്ങൾ ഒറ്റാള് ബോയ്സ് ബോയ്സ് നിങ്ങളോട് വേറൊരു കാര്യം വേണ്ട ഗൈസ്, പോയി അത് മറ്റൊന്നുമല്ല ഗൈസ്. എന്റെ അതല്ല ഗൈസ്, ഞാൻ പറയാം ബോയ്സ്, ഞാൻ നിങ്ങളുടെ സീരിയസ് ആയിട്ടൊരു കാര്യം. എനിക്ക് 2 ആൺമക്കളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്,
ഒരുപാട് പെൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് ഈ ബോയ്സിനെ ഫിനാൻഷ്യലി മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് നമ്മളിവിടെ നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അറിയാം, ബാംഗ്ലൂരിലുള്ളപ്പോഴേ ഇപ്പോഴും ഇവിടെ ഉണ്ടാക്കണ പടക്കിലും അറിയാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ ഫുഡ്, ഐസ്ക്രീം, കഞ്ഞിക്കുടി, ഡിന്നർ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡ്രസ്സ്, മേക്കപ്പ് ഐറ്റംസ്, ബ്യൂട്ടി പാർലർ, ഇതെല്ലാം നടത്താൻ ഒരാൾ ഇങ്ങനെ കൂടെ എപ്പോഴും അവർക്ക് നടക്കണം. ഈ ആൾക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് കൂടി ഉണ്ടായിരുന്നു, അതിന് വേണ്ടി കിട്ടുന്ന ശമ്പളം മൊത്തം കൊടുത്തു. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ഗൈസ്. നിങ്ങൾ റിയൽ ആയിട്ട് ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ആളുടെ കയ്യിൽ നിന്ന് 10 രൂപ പോവാൻ നമ്മൾ ആഗ്രഹിക്കില്ല, അല്ല വെച്ചോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഇല്ല. കാരണം എന്റെ കയ്യിൽ പൈസ ഞാൻ എനിക്ക് ഇതിന് മുന്നേ ഉള്ള എൻ്റെ ബോയ് ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ആരാണെങ്കിലും അവരുടെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഒറ്റ അമ്പിളരെ കഴിഞ്ഞു ഞാൻ ഇങ്ങോട്ട് പൈസ ചിലവാക്കിയിട്ടില്ല. ഞാൻ അവർക്ക് ഒരു ജ്യൂസോ ഐസ്ക്രീമോ അങ്ങോട്ട് മേടിച്ചു, അവരെങ്ങാനും ഒരു ചായ എങ്ങാനും മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് 2 ചായ മേടിച്ചു കൊടുക്കും. നിങ്ങൾ ദയവ് ചെയ്ത് ആൺകുട്ടികൾ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ അങ്ങനെ അത് പ്രോത്സാഹിപ്പിക്കരുത്. അവർ കുറച്ച് കഴിഞ്ഞാൽ അതിലും കൂടുതൽ മേടിച്ചേക്കണവരെ കണ്ടാൽ പോകും. പിന്നെ ഗേൾസ്, നിങ്ങളോട് പറയാനുള്ളത് 2024 ആയ സ്ഥിതിക്കും ഡെയിലി TV തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്ന സ്ഥിതിക്കും പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ടൈം പാസ്സോ അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നോ ഈ കറങ്ങൻ്റെ കൂടെ നടക്കണതിൽ കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ പൈസ കൊണ്ട് മേടിക്കാൻ ഒരു കാശുകാരൻ ഒരാളും അല്ലെങ്കിൽ അവിടെ വേറൊരാളോട് പ്രണയവും അങ്ങനെയായി നടക്കണം. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ തുറന്നവരോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് നാള് നിങ്ങൾ മനസ്സാക്ഷി കുത്തി ഉണ്ടെങ്കിൽ അല്പെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ വരരുത് നിങ്ങൾ ദയവ് ചെയ്തു. കാരണം ഇന്നത്തെ കാലത്ത് കുറച്ച് ചെക്കന്മാരെങ്കിലും സിൻസിയർ ആയവരുണ്ടാവും. അവർക്ക് അത് എത്രത്തോളം അവർ നിങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്ത് സ്വപ്നം കണ്ട് വന്ന് അവർക്ക് അത് താങ്ങാൻ പറ്റാണ്ടാവും. നാളെ ഒരു ദിവസം നിങ്ങൾ എനിക്ക് വേണം. കാരണം നമ്മൾ ഇന്നാളാ മിഥുന അനൂപിന്റെ മറ്റേ രേഷ്മയുടെ ആ ചെക്കൻ്റെ രേഷ്മ അല്ലേ ഗ്രീഷ്മ ഷാരോൺ അവരുടെയൊക്കെ വോയിസ് ഒക്കെ നമുക്ക് കേട്ടിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. കാല് പിടിക്കുന്ന രീതിയിൽ അവരെ വീട്ടുകാരൊക്കെ പോയിട്ട് പറയുകയൊക്കെ ചെയ്തിട്ടും ഈ പെണ്ണുങ്ങൾക്ക് 10 പൈസയ്ക്ക് വല്ലാത്ത പോലെയൊക്കെ വേണം. അത് അങ്ങനെ ഒന്നും ചെയ്യരുത് നിങ്ങൾ ഗേൾസ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു ലിമിറ്റ് വയ്ക്കണം. അത് എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ വലിയ ലിമിറ്റേഷനും കാര്യങ്ങളില്ല. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് ഭയങ്കര രീതി, ഞങ്ങൾ ഇന്നും കട്ട ഫ്രണ്ട്സാണ്. ഞാൻ വിളിച്ചോണ്ട് പറയും എനിക്കൊരു ഞാൻ വിളിച്ചതിനോട് പറയും ഒരു ഭർത്താവ് എന്ന റോളും കാര്യങ്ങളൊക്കെ അതൊക്കെ വെറുതെ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം. ഒരു വീട്ടിലെ ഒരു ഫാമിലി, ഗൃഹനാഥൻ നീ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ഉദ്ദേശിച്ചതല്ല, നീ ഏതാ ഉദ്ദേശിച്ചത്? ഇവ എന്താ ആവശ്യം അത് വൃത്തികെട്ടതാ ഉദ്ദേശിച്ചു ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിലാണ്. ഞാൻ കുടിക്കാം. ഇതാടി പൊട്ടത്തിയേ. ഞാനിവിടെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഗ്രഹനാഥൻ എന്ന് ഉദ്ദേശിച്ചത് ഇന്ന് വീട്ടിലേക്ക് എന്താ ദശമാവ് കഴിഞ്ഞു, പഴം മേടിക്കണോ, അങ്ങനെയല്ല. അങ്ങനെ ഒരു ഗ്രഹനാഥൻ വീട്ടിലൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരാൾ ആവാൻ എല്ലാ ഭർത്താക്കന്മാർക്കും പറ്റും. അവർ ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അങ്ങനെയാവും. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്ന കാര്യം, എപ്പോഴും നല്ലൊരു ഫ്രണ്ടായിട്ടിരിക്കണം. എന്നാലാണ് പിണങ്ങാനും തല്ലുപിടിക്കാനും ഒരിക്കലും ഒരു ഭർത്താവിനോട് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പൊട്ട കാര്യങ്ങളാണെങ്കിലും നല്ലതാണെങ്കിലും ഒരുപാട് പെണ്ണുങ്ങൾ ഹൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഞാൻ അതൊക്കെ വിച്ചുവിൻ്റെ അടുത്ത് പറയും. അതൊരു ഫ്രണ്ട്സിനാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അവനറിയാം എന്തൊക്കെ തോന്നിയ ദിവസങ്ങളാണ് ഞാൻ അവനടുത്ത് പറയാറുണ്ട്. ലൈഫിലുള്ള ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്തൊക്കെയാണ്. ഇപ്പം നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ഒരു ചെക്കന എന്നെ നോക്കി സൈറ്റ് അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിലാണ് ഞാൻ സത്യമായിട്ടും അവനറിയാത്. അപ്പോൾ അതുപോലെ തന്നെ വിച്ചുവിനും എന്തും അങ്ങനത്തെ ഒരു വേണമെങ്കിൽ പറയാം. അവനറിയാത് അങ്ങനത്തെ ഒരു കാര്യം. ഒരു പൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ മസ്റ്റായിട്ട് വേണം. എല്ലാവർക്കും ഭർത്താക്കന്മാരാവാൻ പറ്റും കല്യാണം കഴിഞ്ഞ്. നല്ലൊരു ലവറായി പ്രണയിച്ച് കല്യാണം കഴിച്ചവർ പോലും കല്യാണം കഴിയുമ്പോൾ പക്ക ബിന്ദു ചോറിടുകൂ, എന്റെ അമ്മയാണ് മേഴ്സി, എന്റെ അച്ഛനാണ് മേഴ്സി എന്നൊക്കെ പറഞ്ഞിരിക്കുക. കല്യാണം കഴിയുമ്പോൾ പ്രണയം നഷ്ടപ്പെട്ട് പക്ക ഒരു കുടുംബനാഥനായി മാറാൻ ഭയങ്കര ബോറായിരിക്കും ഗൈസ്. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒന്നും ചെയ്യരുത്. പ്രണയം എപ്പോഴും എല്ലാ കാലത്തും എല്ലാ പ്രായത്തിലും ഉണ്ടാവണം. ഞങ്ങൾ ഇങ്ങനെ ചില്ലായിട്ടിരിക്കുന്ന ഒരു രഹസ്യം തന്നെ അതാണ് ഗൈസ്. പലർക്കും കുശുമ്പുണ്ട്, എല്ലാവർക്കും കുശുമ്പുണ്ട്. ഞങ്ങൾക്കറിയാം. ഒരുപാട് പേരെ ഞങ്ങളോട് ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ രഹസ്യം എന്ന്. അത് ഇത് തന്നെയാണ്. ഞങ്ങള് ഭാര്യ ഭർത്താവും എന്നതിലുപരി ഞങ്ങള്
കൂട്ടുകാരെ പോലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ വെച്ചിട്ട് ഇത് മേടിക്കാം ഇത് വേണ്ട അപ്പൊ ഞാൻ മാറി പോകുന്നു എനിക്ക് ഇഷ്ടം കൊടുക്കും അപ്പൊ കൂട്ടുകാരെ പോലെ അന്ന് തന്നെ മേടിക്കാം എന്നൊക്കെ പറയും അങ്ങനെ. അപ്പൊ ചിലപ്പോ കല്യാണത്തിന് മുന്നേ പ്രണയിക്കുമ്പോ ഭയങ്കര ആളായിരിക്കും, കല്യാണം കഴിയുമ്പോ ആള് വലിയ ആളും മറ്റോ അങ്ങനെ വരരുത്, ഭയങ്കര ഒരു ഇതായിരിക്കണം. പിന്നെ പാർട്ട്ണറുടെ അവസ്ഥ കണ്ടറിഞ്ഞു അയ്യ കുറച്ചൊക്കെ. പിന്നെ വിച്ചൊരു സമയമില്ലാണ്ടായിട്ട് കേട്ടോ, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണില്ലേ ഇപ്പൊ വിച്ചോന്, കാരണം ഓഫീസിൽ ഫുള്ള് ഓഫീസിൽ. അപ്പൊ പെൺപിള്ളേർ എന്ത് ചെയ്യണം, മിഥുനം സിനിമ പോലെ ആവരുത്. അവരെ മനസ്സിൽ തീർച്ചയായിട്ടും അത് തോന്നും, കാരണം പ്രേമിക്കുന്ന സമയത്ത് അതല്ല ഞാൻ പറഞ്ഞത്, പ്രേമിക്കുന്ന സമയത്ത് പോലല്ല, മിഥുനം സിനിമ പോലെ കരഞ്ഞിരിക്കരുത്. കാരണം നമ്മൾ എന്താണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. പൊന്നു അതുപോലെ മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇവന്റെ ജോലി എനിക്ക് പൊന്നിന് ഞാൻ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതെ ഇവൻ പക്ഷെ ഫസ്റ്റ് എന്നോട് പറഞ്ഞത് രാവിലെ 9:30 പോയി 5:00 ജോലി കഴിയുന്നൊക്കെയാണ് എന്നെ പ്രപ്പോസ് ചെയ്യുമ്പോൾ പറഞ്ഞത്. അതൊക്കെ വേറെ കാര്യം. 5:30 തൊട്ട് നമ്മൾ ഫ്രീ ആണ്, ഫുൾ ടൈം പാട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കും. ഈവനിങ് എല്ലാ ദിവസവും നടക്കാൻ പോകും, ഷട്ടിൽ ബാറ്റിൽ കഴിക്കും. ഇതൊക്കെ ഞാൻ ചെയ്തിരുന്ന ആളാണ്, നടക്കാൻ പോകില്ല ഷട്ടിൽ കഴിക്കലൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ അത് നടക്കണില്ല എന്ന് മാത്രം. പക്ഷെ അവൻ്റെ ജോലിയും അതിൻ്റെ കാര്യം, അവന് സമയമില്ലാത്തതുകൊണ്ടാണ് ആ ഫയൽ കൊടുക്കണം. അവൻ്റെ ഒരു മേഖല അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അതെനിക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ പ്രേമിക്കണ സമയത്ത് ഈ ചക്കന്മാർ എത്ര തിരക്കാണെങ്കിലും നമ്മളെ ഏത് നേരം വിളിക്കുകയും സംസാരിക്കുകയും എവിടെ എല്ലാ കാര്യം ചോദിക്കും, കഴിച്ച അല്ലെങ്കിൽ വെച്ച് ഇപ്പോഴും കഴിച്ച അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോളോ അല്ലെങ്കിൽ കെയറിങ്ങും കാര്യം അബ്ബാരാണ്. അത് ഇല്ലാതെ പറയാൻ പറ്റില്ല കാര്യം. പിന്നെ അവൻ ആ കെയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവൻ മറന്നു പോകുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് അയ്യോ ഇന്ന് എന്നോട് അങ്ങനെ ചോദിച്ചില്ലല്ലോ ഇങ്ങനെയൊക്കെ ആസ് എ ഗേൾ ഒരു ലേഡി എന്ന നിലയിൽ നമുക്ക് എല്ലാവരും തോന്നണ കാര്യം അത് ചോദിക്കും. അപ്പം ഞാൻ വേറെ ആരും ചിലപ്പം മിണ്ടാണ്ടിരിക്കും ഒന്നും തുറന്ന് പറയില്ല. പക്ഷെ ഞാൻ അവനടുത്ത് പോയി ചോദിക്കുന്നു, നീ അതങ്ങനെ ചോദിച്ചില്ലല്ലോ, അത് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയും എന്നോട് അന്ന് ചോദിച്ചില്ലല്ലോ, എനിക്ക് ഭയങ്കര സങ്കടമായി എന്ന് പറയും. അപ്പോൾ അവൻ ചോദിക്കും അപ്പം നീ എന്താ അന്ന് പറയാൻ ചോദിക്കും. യെസ്. പിന്നെ എന്നിട്ട് ഞാൻ പറയാനുള്ള ഇവനില്ലേ, നീ എന്നെ പ്രപ്പോസ് ചെയ്തത് എനിക്ക് ഇപ്പൊ പ്രപ്പോസ് ചെയ്തതാണ്. ചിമ്പപ്പ ഉണ്ടിട്ട് നമ്മുടെ കൂടെ പ്രണയത്തിന് സാക്ഷിയായി ഗൈസ്. ചിമ്പ് ഞങ്ങളിവിടെ ആരോട് കണ്ട എന്തെങ്കിലും തിന്നാന്ന് വെച്ചിട്ട് ഓടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പൊന്നിനെ പ്രപ്പോസ് ചെയ്തത് ഇംഗ്ലീഷിലോ കന്നഡയിലോ ഹിന്ദിയിലോ ഒന്നല്ല ഗൈസ്, സാധാരണ ഒരു മലയാളത്തിൽ കൊങ്ങിണി. അതെ, കുംഭാര ഭാഷ. എനിക്ക് കൊറേ ഇഷ്ട, കൂടെ നമ്മള് കേട്ടേക്കണം, കൊറേ ഇഷ്ട. അത് തൃശ്ശൂരാണോ? ഞാൻ പിന്നെ അമേരിക്കയാണല്ലോ. എനിക്ക് നിന്നെ കുറെ ഇഷ്ടമാണ്. എനിക്ക് കല്യാണം കഴിക്കാനാണ് ആ ഇഷ്ടം. പിന്നെന്താണ്, നോ ആണെങ്കിൽ ഒന്നും പറയണ്ട, യെസ് ആണെങ്കിൽ മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഞാനപ്പം അത്ര പറഞ്ഞ ആള്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, വലിയ കഥയൊന്നുമില്ല. പിന്നെ അല്ല അപ്പൊ തന്നെ ഞാൻ മറുപടി പറഞ്ഞു, സ്ഥലം വിട്ടോളൂ എന്ന് പറഞ്ഞു. നീ ഉദ്ദേശിച്ച ഞാൻ ഇങ്ങനെ പറഞ്ഞ, നീ ഇത്ര നാള് കണ്ട പെൺകുട്ടികളുടെ ലിസ്റ്റിൽ എന്റെ കൂട്ടുണ്ടാന്ന് പറഞ്ഞു പൊക്കോളം പറഞ്ഞു. ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഏതൊരു ഇതാണെങ്കിലും ദൈവം ഒരു വിധി വിധിച്ചിട്ടുണ്ടാവും. അവൻ വളരെ നന്നായിട്ട് അവൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ കൊണ്ട് തന്നെ നമ്മളോട് സംസാരിപ്പിച്ചു. എന്താ പറയുക, അത് അവൻ സിൻസിയറായിട്ടാണ് ആ പ്രപ്പോസ് ചെയ്യണേന്നും ഒക്കെ നമുക്ക് മനസ്സിലായി. എപ്പോഴും ഞാൻ പറഞ്ഞു, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നിനക്ക് ഇങ്ങനെ ഇതൊന്നും വേണ്ടാന്ന് തോന്നും, വേറെ അടിപൊളി സുന്ദരി കോത വരും, അപ്പോൾ അയ്യോ അത് മതിയായിരുന്നു, ഇതിനെ വേണ്ടാന്ന് തോന്നും എന്നൊക്കെ പറയുമ്പോൾ പുള്ളി സമ്മതിക്കണില്ല. ഞാൻ അതാണ് അവൻ നേരത്തെ പറഞ്ഞത്. ഇവൻ ഫാന്റസി ആയിട്ട് പറയുമ്പോൾ ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് ലൈഫിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അത് ഇവൻ തെണ്ടിത്തരാണ് ഗൈസ്. അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എന്റെ പൂങ്കാവനത്തിലേക്ക് പോകാൻ. ഗൈസ് എന്റെ പുതിയ പൂങ്കാവനം കണ്ടോ ഗൈസ്? കണ്ടോ ഗൈസ്? നോക്കൂ ഗൈസ്, ഇത് മൊത്തം എന്റെ പുതിയ ചെടികളാണ് ഗൈസ്. ഈ വാലന്റൈൻസ് ഡേക്ക് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഗൈസ്. ഇതിലേതിലാണ് പൂ വിരിയാറായി ഗൈസ്? പൂ വിരിഞ്ഞു ഗൈസ്, കണ്ടോ? ചെമ്പരത്തി പൂ വിരിഞ്ഞു ഗൈസ്. ഇത് വിച്ചുന്ന് വെക്കാൻ ചെമ്പരത്തി. അപ്പൊ എനിക്ക് എന്താ പറയാന്നറിയോ, ഞാൻ എന്താ പറയാൻ വന്ന, അതെ, സ്വന്തമായിട്ട് തള്ളി മറിക്കുന്ന ചെക്കന്മാരോ പെൺകുട്ടികളോ എനിക്കറിയാത്ത പെൺകുട്ടികളുണ്ട്. കൂലി പണിക്കാരായിരിക്കും, കൂര വീടിന്റെ മറ്റേ റോട്ടില് ഫുട്പാത്തില് ചെറിയ വീട്ടിലായിരിക്കും. അതെ, എന്നിട്ട് പറയും അച്ഛനമ്മ ഇറ്റലിയിലെന്ന് പറയും. എന്നിട്ട് ഒരു ഫോണില് അതല്ല ഞാൻ പറഞ്ഞ, ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ്. അച്ഛനമ്മയും സിംഗപ്പൂരാണെന്നും ഞങ്ങൾ അവിടെ സെറ്റിലായിരുന്നു, ഞാനിപ്പോൾ ഹോസ്റ്റലിൽ നിന്നാ പഠിക്കണേന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച്
എന്താ പറയുക ഗൈസ്, ഇങ്ങനെ ഓരോ അപ്പോൾ അവർ ഇന്നത്തെ കാലത്ത് ഫോണിൽ കൂടെയുള്ള ബന്ധങ്ങളല്ലേ. അപ്പോൾ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വീഡിയോ കോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ കേൾക്കണം മണ്ടൻ ചെക്കൻ അവിടെ ഇരുന്നിട്ട് വിചാരിക്കും ഇവളുടെ DP ഒക്കെ ആണെങ്കിൽ ഫിൽട്ടർ ചെയ്ത് ജാതി വേറെ ലെവല് മറ്റേ ശില്പ ഷെട്ടിയുടെ പോലത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇവെന്താ ഇവൻ കഞ്ഞി പിടിക്കാൻ വൈകാത്ത വീട്ടിൽ തിരിക്കുന്നുണ്ടാവും. ഓൻ വിചാരിക്കും ഓഹോ നല്ല വീട്ടിലൊക്കെ കുട്ടിയാണ് എന്നാൽ ഇതിനടിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ച് കല്യാണം കഴിക്കാന്നൊക്കെ വിചാരിച്ച് സെറ്റായി പിന്നീടായിരിക്കും ഇവനെ അറിയുക, അല്ലെങ്കിൽ അവൻ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവളങ്ങനെയല്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറിയുക. അതവന് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല, അവൻ ഏത് രീതിയിൽ പ്രതികരിക്കാന്ന് അറിയില്ല. ചിലപ്പോൾ മുട്ടടിയായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ ആസിഡ് ഒഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് ഈ പാമ്പുണ്ട് അവിടെ പൂച്ച ചിമ്പാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, സ്വന്തമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യരുതാണ് ആവശ്യമുണ്ട്. ഈ സ്വന്തമായിട്ട് ഞാൻ ഭയങ്കര പാവാണ്, ഞാൻ മിടുക്കനാണ്, ഞാൻ ജീവിതത്തിൽ ഇനി കുടിക്കില്ല, ഞാൻ കുടിച്ചിരുന്നു വലിച്ചിരുന്നു, പക്ഷെ ഞാൻ ഇനി നീ ഓക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇനി വലി നിർത്തി എവിടെ ഈ വലിയും കുടിയൊക്കെ നിർത്തിക്കാൻ ഞാൻ പെട്ട പാട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഗൈസ്. എന്നിട്ടാണ് അതുപോലെ ഞാൻ നിന്നെ അങ്ങനെ നോക്കും, ഞാൻ നിന്നെ ഇങ്ങനെ നോക്കും, നോക്കുന്നില്ലേ പൊന്നു പോലെ നോക്കുന്നു പറഞ്ഞപ്പോ ആ വിളി മാത്രം പൊന്നു കറക്റ്റായിട്ട് അന്നോട്ട് ഇന്ന് വരെ തെറ്റാണ്ട് അത് വിളിച്ചിരുന്നവരെ പോലെ എന്നെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ എന്നിട്ട് പറയണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ കറക്റ്റ് ഐഡന്റിറ്റി. യാ മറ്റേ നിങ്ങൾ നിങ്ങളുടെ ഈ മണി പ്ലാന്റ് കാണിച്ചോ. വാ ഒരു സുഖം പച്ചപ്പ്, എനിക്കൊന്ന് ഹാപ്പി ആവാനാന്ന് തിരിച്ചു പിടിച്ചു ഇങ്ങോട്ട് വാണ്. മറ്റേ എന്താ പറയാ ഇങ്ങനെ വെച്ചോപ്പോ നല്ല രസമാണ് നിങ്ങൾക്കുണ്ടാ. നല്ല വെളുപ്പില്ലേ നമ്മള്, ഞാൻ അവിടെ നിന്ന് വരില്ല. അപ്പോൾ എന്താ പറയാൻ വന്നത്, നിങ്ങൾ ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ പഠിപ്പ് കുറവായിരിക്കാം. ഇപ്പോൾ 10ാം ക്ലാസ് തോറ്റാളോ അല്ലെങ്കിൽ +2 വരെ മാത്രമുള്ള ഒരാൾ ഞാൻ ഡിഗ്രിക്കാരനാണ് അല്ലെങ്കിൽ MBA കാരനാണ് എന്നൊന്നും പറഞ്ഞ് ആ പെൺകുട്ടിക്ക് ഈ മനസ്സ് കിട്ടണമെങ്കിൽ എഡ്യൂക്കേഷൻ അവളായിട്ടൊരു കമ്പനി സ്ഥാപിക്കുമ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ ചിലപ്പോൾ അവളുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അവളുടെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മൂവിങ് സൈക്കോളജിക്കൽ മൂവ് ചെക്കന്മാരുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ നേരെ തിരിച്ച് പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവരുത്. നിങ്ങൾ എന്താണെങ്കിൽ അത് നിങ്ങൾ റിയലായിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെന്താ പറയാ, വിച്ചു സ്നേഹിക്കണ സമയത്ത് വിച്ചൊരു പ്രശ്നം തന്നെ, എന്നെ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഞാനാണെങ്കിൽ ഒരു 100 കാര്യങ്ങളായിട്ട് ബിസിയാണ്. അപ്പൊ ഏത് നേരം വിളിയ എനിക്ക് പണിയില്ല, എന്നോട് എപ്പോഴും സംസാരിക്കണം. എനിക്കാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യാത്ത ആളാണ് ഞാൻ, എനിക്ക് ഫോൺ ഇഷ്ടമല്ല. ഞാൻ ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനോ, നോർമൽ കോൾ പോലും ഞാൻ മമ്മീനെയും പപ്പനെയൊക്കെ വിളിച്ച് ഹലോ എന്താ വിശേഷം ഓക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാര്യം സംസാരിച്ച് വയ്ക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഒരു ദിവസം അതുപോലെ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ, ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോയി വരുമ്പോൾ നമ്മൾ വരണമെന്ന് നോക്കി അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, നമ്മൾ പോകുമ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനത്തെ ഒരു പറഞ്ഞു കൊടുക്കണോ അങ്ങോട്ട് എൻ്റെ കള്ളന്മാരുതെങ്കിലും വിച്ചു പറയാം. എനിക്ക് നിന്നെ പ്രപ്പോസ് ചെയ്തതിന് ശേഷം ഞാൻ പൊന്നു വരണത് നോക്കിയിട്ട് അല്ലെങ്കിൽ പൊന്ന് എന്തെങ്കിലും കാര്യത്തിൽ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് വരണത് വരെ നമ്മളിങ്ങനെ നോക്കി അപ്പോ ചന്ദ്രനെ കുറിച്ച് തൊട്ടിട്ട് ഇറങ്ങും, പ്രത്യക്ഷപ്പെടും ഞാൻ ഗന്ധർവൻ. പിന്നെ എന്താ പറയാ അന്നൊക്കെ പറഞ്ഞു എങ്ങനെ വീഴ്ത്താം പഴത്തൊലി ഇട്ടിട്ടല്ല ഗൈസ്, അങ്ങനെ ഉദ്ദേശിച്ച പോലെ വീഴ്ത്താൻ പറ്റിയില്ലേ. ലാസ്റ്റ് എന്തൊക്കെയോ അവന് തല്ലി വീഴ്ത്തിയിട്ടു. തല്ലി എവിടെയാ പ്രണയത്തിന്റെ സിമ്പിൾസ് കാണിച്ചു കൊടുക്കും ഗൈസ്. കണ്ടോ 1 ഇങ്ങോട്ട് വെച്ച് കൊടുക്കണോ 1 2 3 4 കൈ മുറിച്ചിട്ടുള്ളതാണ് ഗൈസ് 4. അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യരുത് ഗൈസ്. കൈ മുറിക്കലോ ആത്മഹത്യയോ ചെയ്യും
എനിക്ക് എന്നെ ഒഴിവാക്കരുത്, നീ ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും പാടില്ല. കാരണം നമ്മള് ഇത് മറ്റേ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് സങ്കടം കൊണ്ടിട്ടാ അല്ല. അതായത് ഇപ്പൊ എന്താ പറയാ, നമ്മള് ചിലപ്പോ ഈ വേറൊരാളില് ചിലപ്പോ ആ ആൺകുട്ടി വേറെ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി ഇഷ്ടം തോന്നി, പക്ഷെ ആ ആൺകുട്ടി വീട്ടിൽ അവർക്ക് വേറെ ഏതെങ്കിലും 100 കാര്യങ്ങളുമായിട്ട് വിഷമങ്ങളോ അല്ലെങ്കിൽ ബിസിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് അവർ നടക്കായിരിക്കും. ചിലപ്പോൾ ആ പെൺകുട്ടി അവരുടെ ലൈഫിലെ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയമൊക്കെ. അപ്പൊ അവരുടെ മനസ്സിൽ ഈ പുള്ളി പക്ക ഫാന്റസി, ഈ പ്രേമവും സ്നേഹവും പ്രണയാഭ്യർത്ഥനയും പ്രപ്പോസൽ, മാരേജ് പ്രപ്പോസലാണ് കേട്ടോ. ശരിക്കും ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കണം എന്നതാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. കല്യാണം കുറച്ച് നാൾ പ്രണയിച്ച് നടക്കാം അങ്ങനെയൊന്നല്ല പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ കളിയാക്കി വിടുക ചെയ്ത, അയ്യാ ഇത് കുറച്ച് നാൾ കഴിഞ്ഞാൽ അടുത്ത ആളെ കണ്ട അത് പോയി പറഞ്ഞോളൂല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചിന്തിക്കുക, അങ്ങനത്തെ ഒരു ഇതിലല്ല ഇരിക്കണം. നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത് അതിൻ്റെ ഒരു രീതിയിൽ മൂവ് ചെയ്യണ ഒരു സമയം, ഒരു പ്രത്യേക ഒരു ഇതിലൊക്കെ നമ്മളൊരു ഒതുങ്ങിപ്പോയി ഒറ്റപ്പെട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുക. അപ്പോൾ പക്ഷെ പുള്ളി ഒരു ബിനീഷ് അത് ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ആള് വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രണയം തുറന്നു പറഞ്ഞ കൂട്ടുകാരൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബിനീഷിന്റെ. അവന്റെ അടുത്താണ് ആദ്യമായിട്ട് പറയണത് ഞാൻ. അപ്പൊ അവനാണ് പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആണ്. അതായത് ഇവിടുത്തെ തമാശക്കൊന്നുമല്ല, വളരെ എല്ലാം ആലോചിച്ച് എന്താ പറയുക, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് തന്നെയാണ്. ഞങ്ങൾ കുറച്ച് പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് തന്നെയായിരുന്നു. പിന്നെ വിച്ചുവിന് ആ സമയത്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പൊ ഹാപ്പിയാണ്. അതെ, HAPPY ഹാപ്പിയാണ് ഉദ്ദേശിച്ചത്, ജാമല്ല, ഹാപ്പി ജാമല്ല നീയാ എന്നൊക്കെ പറയാ, തരക്കേടില്ല. ഇനിയിപ്പോ ഇവിടെ വേറെ ആരും ഇനിയിപ്പോ കിട്ടില്ലല്ലോ. ഇനിയിപ്പോ അപ്പൂനെ കല്യാണം കഴിച്ച് ആദ്യം ഒന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. സ്വാഭാവികം ഗൈസ്. പിന്നെന്തല്ല പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ശരിക്കും അതൊക്കെ ചിരി വരും ഞാൻ പറയുമ്പോ ഫാന്റസി. എന്തിനാ വെച്ചാലേ നേരം അങ്ങോട്ട് വെളുത്താ മതി എന്നാണ് ആൾക്ക്, എങ്ങനെയും ഒന്ന് നേരം വെളുക്കണം. പുലർച്ചെ ഉറങ്ങാണ്ട് വരെ ഇരുന്നിട്ടുള്ള ദിവസങ്ങളുണ്ടെന്നൊരു പണിക്ക് പോകും. ഉറങ്ങാണ്ട് ഇരുന്നിട്ടേ കാലത്ത് ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോ ഇപ്പൊ നീ പണ്ട് ഉറങ്ങാണ്ടിരുന്ന ഇപ്പൊ നിനക്ക് ഞാൻ ചോദിക്കേ, ഇപ്പൊ നിനക്ക് എന്താ ഉറക്കം 3 മണി 4 മണിക്ക് ആയിട്ട് നിനക്ക് ഉറക്കം വന്നില്ല? ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ സമയം 3:30. പുലർച്ചെ 3:30 ഞങ്ങൾ ഈ വീഡിയോ എടുക്കണം. അപ്പൊ ഞാൻ ആ സമയങ്ങളില് 7 മണി 8 മണി വരെ സ്വന്തമായിട്ട് ഉറങ്ങാണ്ട് കിടക്കണ്. 8 മണി വരെ ഉറങ്ങാണ്ട് ഞാൻ ഓക്കെ പറയോ, ഞാൻ ഓക്കെ പറയില്ല, അവോയ്ഡ് ചെയ്യോ, അല്ലെങ്കിൽ എന്നോട് അവനോട് ഇതിന്റെ സംസാരിക്കാതിരിക്കോ, ഇനി വേറെ ഇങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവന്റെ കൂട്ടുകാര് 1-2 കൂട്ടുകാര്, പിന്നെ ഇവന്റെ കസിൻ, പിന്നെ സാർമാര്, അവരൊക്കെ എനിക്ക് അവന് വേണ്ടി കറക്റ്റായിട്ട് തന്നെ സംസാരിച്ച് സീരിയസ് ആയിട്ടുള്ള പ്രപ്പോസലാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ കുറെ ഡിമാൻഡ്സും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. അതിലൊക്കെ കുറെ ഉറപ്പുകളും കാര്യങ്ങളൊക്കെ മേടിച്ച് കള്ളലക്ഷണം കാണിക്കരുത്. അവനന്ന് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ സംസാരിച്ചിരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, ഫിനാൻഷ്യലി കാര്യങ്ങളൊന്നും അല്ല. എന്താ പറയാ, ഞാൻ വേറെ കുറെ കാര്യങ്ങളിലുള്ള ഉറപ്പുകളും കാര്യങ്ങളൊക്കെയാണ് മേടിച്ചത്. അപ്പൊ അതൊക്കെ അവൻ ഇങ്ങോട്ട് തന്നെ, അതായത് എന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, എൻ്റെ ഒരു ക്യാരക്ടർ, എൻ്റെ ഇമോഷൻസ്, ഞാൻ എന്താണ് ലൈഫിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ എന്തായിരിക്കും, എങ്ങനെയാണ് എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുക, ഏത് രീതിയിൽ എന്ത് ചെയ്താലായിരിക്കും, അതൊക്കെ കറക്റ്റായിട്ട് അവനെ അറിയാം. അപ്പം ആ കാര്യങ്ങളിലെല്ലാം എനിക്ക് എല്ലാം ഉറപ്പും തന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അംബിഷൻസ് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ സങ്കടം എന്താണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടല്ല, അതല്ലാതെ പുള്ളി വേറെ രീതിയിൽ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ആരെ വഴിയാണെന്നൊന്നും എനിക്ക് ഇനി പറയാൻ പറ്റില്ല. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഇവൻ്റെ കസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ കസിനും അതേപോലെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അറിയുന്നവരുണ്ട് ഈ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരു കാര്യം വരുമ്പോൾ നമ്മൾ 2 ആളെയോടെങ്കിലും പറയണം. ഈ ചെക്കന്മാരാണെങ്കിലും പോലും, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആരും അറിയാതെ പോയിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ 2 കൂട്ടർ ചെക്കന്മാരാണെങ്കിലും പറയണം. ഇപ്പോൾ മറ്റേ TV-യിൽ അനൂപും ഇതും അവരൊക്കെ കേസിൽ അവരവരുടെ കസിനോടും ഫ്രണ്ടിനോടും ഒക്കെ പറഞ്ഞിരുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും പുറത്തു വന്നത്.
അപ്പോൾ അതുപോലെ നമ്മളും നമ്മുടെ ഇവൻ്റെ ആൾക്കാർ അവരും നമ്മുടെ ആൾക്കാരൊക്കെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഉറപ്പും കാര്യങ്ങളും. അതായത് ഇവൻ വെറുതെ എന്നോട് എന്തെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പൊന്നു പോലെ നോക്കാം, ഞാൻ ഇന്ന പോലെ രീതിയിൽ നോക്കും, അല്ലെങ്കിൽ അങ്ങനെ കണ്ണ് നിറയിക്കില്ല, അതൊന്നും പറഞ്ഞുകൊണ്ട് മാത്രം വിശ്വസിക്കാൻ വണ്ടിയൊന്നല്ല ഞാൻ. അത് വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് അത്രയും പേരുടെ മുമ്പിലുള്ള ഉറപ്പുകളും കാര്യങ്ങളും അവൻ്റെ സൈഡിലുള്ള ആളുകളുടെയും നമ്മുടെ സൈഡിലുള്ള ആളുകളുടെയൊക്കെ മുമ്പിൽ വെച്ച് കിട്ടിയതിന് ശേഷമാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. ആ ഒരു സിറ്റുവേഷൻ അത് അന്ന് ഞാൻ എന്താ പറയണ്ട, ഇവന്റെ ഒരു സന്തോഷം കാണുന്നു. എത്ര മെഴുതിരിയാന്ന് ലൂർദ് പള്ളിയില് എത്ര മെഴുതിരി കത്തിച്ച? 2 പെട്ടി മെഴുതിരി കത്തിച്ചു പൈസ ലൂർദ് പള്ളിയിൽ. എന്താ പറയാ, അത്രയും സന്തോഷമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇപ്പൊ പറഞ്ഞാലും ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് അതിനുള്ളിൽ മനസ്സ് നിന്റെ മാറുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ മാറുകയാണെങ്കിൽ ആ വഴിക്ക് പൊക്കോളണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളി അങ്ങനെയൊന്നും ആവാതെ ആ ഒരു ലൈഫിലേക്കുള്ള സ്റ്റെപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ മൊത്തം ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ തന്നെ എത്തിച്ചു. പ്രണയം സക്സസ് ആയി. 1 2 3 4 ചിമ്പട കഞ്ചായി അത് വേറെ കെട്ടിച്ചു. എനിക്ക് വേണ്ട. അല്ല ഗൈസ്, പിന്നെ എന്താണ് പറയാന്നുള്ള വിച്ചു ഭയങ്കര പാട്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പാട്ടൊക്കെ പാടും ഇവിടെ. ഇപ്പോഴും പാടും. നിങ്ങൾ ലൈവ് കാണുന്നവർക്ക് അറിയാം. ഇവ പാട്ട് പാടും. ഞാൻ എപ്പോഴും പാട്ട് പാടും. അതുപോലെ സമയങ്ങളിൽ ഇപ്പൊ ഞാൻ പുറത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ബൈക്കും വേണമെങ്കിലും ഞാൻ വിളിച്ച് സംസാരിക്കും. വയനാട്ടിൽ പാട്ട് പാടും. അതുപോലെ ഉറക്കാനായിട്ട് ബൈക്കുമ്പോ പോകുമ്പോ പാട്ട് പാടും. അതുപോലെ കയറിങ് ഭയങ്കര അപാരമാണ്. അതായത് എന്താ പറയാ, നിനക്കറിയാം എൻ്റെ ഡെലിവറി സമയത്തൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. മമ്മിയൊക്കെ വന്ന് അത്യാവശ്യം വേണ്ട ആ ഒരു സമയങ്ങളിൽ 28 കഴിഞ്ഞൊരു മാസം മമ്മി 30 ദിവസം കഴിഞ്ഞ് മമ്മി നാട്ടിൽ നിന്ന് തിരിച്ചു പോയി. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മമ്മി കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ബാക്കി 1 മാസത്തിന് ശേഷമുള്ള ബാക്കി 2 മാസം എന്നെ ഉണ്ണീനൊക്കെ ഇവൻ തന്നെയാണ് നോക്കിയിരുന്നത്. ഞാൻ അപ്പോൾ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും അതിപ്പോഴാണെങ്കിലും എന്താ പറയാ, ഇപ്പൊ ഇവിടെയൊക്കെ നമ്മളെ എങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് ഇവൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തുടാ കാണിക്ക്. അതെ, അവന് ഇപ്പോ ഒരുപാട് കുറച്ച് നാളുകളായിട്ട് എനിക്ക് സമയം കിട്ടാറില്ല. അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും. കാരണം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടാവും വരിക. പിന്നെ അതേപോലെ വീഡിയോന്റെ കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ പരസ്പരം ഒരുമിച്ചിരിക്കാൻ തന്നെ സംസാരിക്കാൻ. കാരണം വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനത്തെ ഇപ്പൊ കണ്ടില്ലേ കുറെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുക്കണം. പിന്നെ ആദ്യം ഉറങ്ങണം, പിള്ളേരുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പൊ അവൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ 2 ഒഴിച്ചിൽ വീഴിയും. അതൊരു കെയറിങ്ങിന്റെ ഒരു ഭാഗമാണ്. അതൊരു ദിവസം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറന്നിട്ട് പോലെ അവൻ ഓഫീസിൽ പോയി തിരിച്ചു വരും അങ്ങനെ ഒന്ന് ഒഴിയാൻ വേണ്ടിട്ട്. പക്ഷെ ഞങ്ങള് കെടുക്കണ സമയത്ത് അത് വെച്ചു ഒഴിയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ നമുക്ക് എനിക്ക് ഇപ്പൊ പനിയാണ് അല്ലെങ്കിൽ തലവേദനയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇവൻ അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കി തരിക, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി തരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെന്താ പറയാ, പ്രണയം നല്ലൊരു വികാരം തന്നെയാണ്. വാലന്റൈൻസ് ഡേക്ക് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ ഞങ്ങളുടെ പ്രണയത്തിൽ ആ പിള്ളേരുണ്ടായിരുന്നു. അപ്പൂസ് നമ്മളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് പനിയാണ്, ഒരാൾക്ക് പനി സ്റ്റാർട്ട് ആവുമെന്ന് വിചാരിച്ചിട്ട് അതിക്ക് മരുന്ന് കൊടുത്തു. അപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൂസിന്. എനിക്ക് നല്ല തൊണ്ടവേനയും മാന്തലും പനിയുടെ ഗുളിക ചുമയുടെ ഗുളിക ഒക്കെ കഴിച്ചിട്ടുണ്ട്, ആയും പിടിച്ചിട്ടുണ്ട്, സൗണ്ടൊക്കെ അടഞ്ഞു. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വീഡിയോയിൽ. അവന് കുറെ കാര്യങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞു, ചോദിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അറ്റാച്ച് ചെയ്യാട്ടോ, അടിപൊളിയായിരുന്നു. അപ്പൊ അത് നിങ്ങൾ കാണണം. നിങ്ങളെല്ലാവരും പ്രണയിക്കുക, നല്ല വികാരം. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുക. നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ ബന്ധനായിട്ട് മാറുകയാണെങ്കിൽ അത് പ്രണയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് റിലേഷന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ബ്രേക്കപ്പ്. കാരണം പിന്നെ അത് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് കാര്യമില്ല. നമുക്ക് തന്നെ അത് ശരിയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ഓക്കെ അല്ല, പ്രശ്നങ്ങളാണ്, പ്രോബ്ലങ്ങളാണ്, സമാധാനക്കേടാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് തുറന്നു പറയുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ പ്രണയിക്കുക, സ്നേഹിക്കുക പരസ്പരം. അതിനൊരു പ്രായമോ അല്ലെങ്കിൽ കാലഘട്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രണയം അന്നും ഇന്നും എന്നും നസീറിന്റെ കാലം മുതലൊക്കെ പ്രണയം ഇന്നും പ്രണയിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൈനികന്റെ കാലം വരെ ഉണ്ട് ആ വികാരം. പ്രണയിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, കാമുകിയെ കാമത്തോടെ
കാമുകിയെ കാമത്തോടെ കാണുന്നവനല്ല കാമുകൻ. അതാണ് യഥാർത്ഥ കാമുകൻ. ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും പ്രശ്നം അതാ. എനിക്ക് തോന്നുന്നു ഈ ഫോണിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാര്യം ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് എത്ര ട്രാപ്പിൽ ഓരോരുത്തർ പെടുന്നു. നമ്മൾ തന്നെ സൂക്ഷിക്കണ്ട, ഒരു ലിമിറ്റ് വെക്കുക നിങ്ങൾ. ഓക്കെ, ഇവൻ പറഞ്ഞ പോലെ ശരിക്കുള്ളൊരു കാമുകനാണെങ്കിൽ ആ പാർട്ട്ണറെ അല്ലെങ്കിൽ ആ പെൺകുട്ടീനാണെങ്കിൽ ആ കുട്ടീനെ അവരുടെ ജീവിതത്തിലേക്ക് വേണ്ടതാണ് എങ്കിൽ ലൈഫ് ലോങ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ അല്ല, അത്യാവശ്യം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒഴിവാക്കാനാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാമുകൻ, യഥാർത്ഥ കാമുകൻ. അതായത് പ്രണയം കാമം രണ്ടും വേറെ വേറെ വികാരങ്ങളാണ്. മനസ്സിലായോ? ആ ശരീരത്തിനോടുള്ള വികാരമാണ് കാമം. പ്രണയം എന്ന് പറയുന്ന മനസ്സിന്റെ നമ്മുടെ ഒരു ഇഷ്ടം. നമുക്ക് തോന്നില്ല ഇപ്പം ഈ ചെടിയോട് എനിക്ക് പ്രണയമാണ്, മഴയോട്, കാറ്റിനോട് എന്നൊക്കെ പറയണ പോലെ. അത് രണ്ടും. അത് എപ്പോഴും എന്താ പറയാ, നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് ഒരാൾ പെരുമാറുക അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇതൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആള് നിങ്ങളെ പ്രണയിക്കുന്നില്ല. ആളുടെ ഉദ്ദേശവും കാര്യങ്ങളും വേറെയാണ്. മനസ്സിലായി? ശരിക്കും ഈ പറഞ്ഞ ഡയലോഗ് പ്രകാരം തന്നെ ശരിക്കും പ്രണയിക്കുന്ന ഒരാള് സ്വന്താക്കിയതിന് ശേഷമാണ് ഒന്ന് തൊട എന്ന് നമുക്ക് ഉറപ്പ് തരും. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇന്നത്തെ കാലത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാലത്തേക്ക് പോയിക്കൊണ്ട് നമുക്ക് തന്നെ പേടിയോ. കാരണം നമുക്കും 2 ആൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ആരും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ട്രാപ്പിലൊന്നും പോവാതിരിക്കുക. പ്രണയത്തിന് വേണ്ടി മണ്ടത്തരങ്ങളൊന്നും കാണിച്ചിങ്ങനെ കൈമുറിക്കാനും മരിക്കാനൊന്നും ശ്രമിക്കാതിരിക്കുക. പിന്നെന്താ പറയുക, പ്രണയം ഒരെണ്ണം പോയി അല്ലെങ്കിൽ 2 പോയി 3 പോയി അതെന്താണെങ്കിലും ഒരു ബ്രേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ലൈഫിന്റെ എൻഡിങ് അല്ല. അതൊരു കോഴി കൂവി ഗൈസ്, എൻ്റെ പൊന്നെ. അപ്പോൾ പ്രണയത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ പുലർച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ എന്താ ഞങ്ങളിങ്ങനെ കുറെ ഓർമ്മകളെ കൈവറക്കി ഇങ്ങനെ നിന്നു. ഒരു പാട്ട് പാടിയത് എന്നെ ഉറക്കുമ്പോഴുള്ള പാട്ട് പാടിയത് ഉറങ്ങാനായിട്ടുള്ളത്. ചാഞ്ചക്കം ഈ പാട്ട് എപ്പോഴും എനിക്ക് ഇവൻ പാടി കേൾക്കാൻ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മറ്റേ കടലിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പോതും നിനക്ക് ഇത് പോതുമേ വേറെ വേണ്ടും നീ പോതുമേ. പ്രണയിക്കുക ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുക. അതെ, എല്ലാവരുടെ പ്രണയങ്ങളും സക്സസ് ആവട്ടെ. സക്സസ് ആവാത്ത പ്രണയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രണയിക്കാൻ ലൈഫിലേക്ക് വേറൊരാളെ കൂടിയോ റെഡി ആവുന്നുണ്ടെന്ന് അർത്ഥം. ആരും വിഷമിക്കരുത്, ഹാപ്പി ആയിട്ട് ജീവിക്കുക. എന്താ പറയുക, എല്ലാം ശരിയാവും. ഞാനിപ്പോ വിചാരിച്ച വാക്കത് ഞാൻ ലവിന്റെ എന്തെങ്കിലും കോട്സ് പറയാന്ന് വിചാരിച്ച അത് ഞങ്ങളുടെ വായിൽ വരുന്നില്ല. ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാ പേജിൽ നമ്മൾ ലവ് സോങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുന്നത് അതിൽ വീട്ടിലിട്ടുണ്ട്. ആ ഗിഫ്റ്റൊക്കെ ഉണ്ട്, പുറകെ വരുന്നുണ്ട്. പിന്നെന്താ പറയാ, അത് പിന്നെ എന്താണ് ഗൈസ്. അപ്പോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും നമുക്ക് അകത്തേക്ക് പോകും. എന്തിനു അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ അങ്ങോട്ട് വന്നു. ഇതല്ലേ എനിക്ക് വിച്ചു തന്ന ഹൃദയം. ഞങ്ങളുടെ വാലന്റൈൻസ് ഡേയുടെ തുടിക്കുന്ന ഹൃദയം ഗൈസ്, തുടിക്കുന്ന ഹൃദയം ഗൈസ്. ഗൈസ് അയ്യോ ചിരിക്കാൻ വയ്യ. ഇത് വേളി പള്ളിയിൽ പോയിപ്പോ ആദിസിന്റെ ബർത്ത്ഡേക്ക് പോയിപ്പോ അവിടെ പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടായില്ല. പെരുന്നാളിന്റെ അവസാനത്തെ കൊടുമ്പിരി കൊണ്ട് സമയമായിരുന്നു. അപ്പൊ ആദിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇത് മേടിച്ചതാണ് കേട്ടോ. അല്ലാണ്ട് ഞങ്ങള് ഗിഫ്റ്റ് മേടിച്ചത് അങ്ങനെയൊന്നും അല്ല. പിന്നെ ഇത് മറ്റേ ഇരിപ്പ് കണ്ടതാണ് ഇവ മേടിച്ചോണ്ടാന്ന് ഒറ്റയ്ക്ക് അല്ല ഗൈസ്. ആദിയുടെ ബർത്ത്ഡേക്ക് നമ്മുടെ അലീനില്ലേ, അപ്പുറത്തെ അലീനെ മേടിച്ചു കൊടുത്താ. അവളിടക്ക് ആദിക്കും അപ്പൂസിനും കൊടുക്കാറുണ്ട്. അപ്പൊ അവള് മേടിച്ചെന്താണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ദിനായത് കൊണ്ട് ഒരു തമ്പനയിൽ ഒരു ശുഷ്കാന്തിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഗൈസ്. അല്ലേ, ഇങ്ങനെ ഇരിക്കും തമ്പനയില്.
അപ്പോ ഗൈസ് എല്ലാവരും പ്രണയിക്കുക, അടിപൊളിയായിട്ട് മതി തീരോളം പ്രണയിക്കുക, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുക, തുറന്ന് പറയുക. വിഷമുണ്ടായ നമ്മള് തുറന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ട്ണറുടെ വിഷമായാലും എന്തായാലും നമുക്ക് ഒരു 5 മിനിറ്റെങ്കിലും അവർക്ക് സമയം കൊടുക്കുക. അവർ സംസാരിക്കുന്നത് കേൾക്കാൻ സമയമില്ലാത്തപ്പോഴും. കാരണം അവർക്ക് പ്രണയിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കും ഈ ചക്കന്മാര് പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ട് ചാറ്റിങ്ങോ അല്ലെങ്കിൽ അതൊക്കെ. ഇതെല്ലാം കഴിഞ്ഞ് അയ്യോ നീ ചക്കര നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ സമയത്തിലൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുക കറക്റ്റ്. ഇതൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൽ വരുമ്പോൾ ഇതൊന്നില്ലാണ്ട് ചില കുരങ്ങന്മാരുണ്ട് മിഥുനം സിനിമ പോലെ. അപ്പോൾ അത് അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. അവർക്ക് അറിയാം, എന്നാലും എന്താ പറയാ അവരത് ആഗ്രഹിക്കുന്നുണ്ടാവും ഇടയ്ക്കെങ്കിലും. അപ്പോൾ പിന്നെ അവരുടെ തിരക്കുകൾ അതൊക്കെ നമുക്ക് മനസ്സിലായി നമ്മളും അതനുസരിച്ച് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക. പ്രണയം അത്ര നല്ലൊരു ഒരു ഒരു ഫീലാണ്. അപ്പോൾ അത് നുകർന്ന എല്ലാവരും നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ നോക്കുക. പ്രണയത്തിന് മറ്റു ദുരുദ്ദേശങ്ങൾ കൊടുത്ത് അതിന് ലിമിറ്റിനപ്പുറത്തേക്ക് അത് പോയി അങ്ങനെ ആവരുത്. പ്രണയത്തിന് നല്ലൊരു ഉദ്ദേശം തന്നെ ഉണ്ടാവണം. എനിക്ക് ഒന്നിക്കണം, മരണം വരെ ഈ പ്രണയം എൻ്റെ കൂടെ വേണമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണം, കല്യാണത്തിലെത്തണം. അതിനു വേണ്ടി ആ കല്യാണം കഴിച്ച് എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യണം, ആ പ്രയത്നം ആദ്യം ചെയ്യണം, എന്നിട്ട് അതിലേക്ക് എത്തിക്കണം. അപ്പൊ നല്ലൊരു ലൈഫായിരിക്കും, നല്ല ഫാമിലി ആയിരിക്കും. അപ്പൊ എല്ലാവരും അങ്ങനെ ആവട്ടെ. ഞങ്ങളുടെ ഒന്നും കൂടി ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താടിയും പൊട്ടും ന്യൂ വീഡിയോ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എന്റെ താടിയും പൊട്ടും ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതില് ഒരു കിടിലൻ പ്രണയത്തെ പറ്റിയുള്ള ടോക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതെ, 1K സബ്സ്ക്രൈബേഴ്സ് അടുത്തെത്തി തുടങ്ങി ഗൈസ്. അപ്പൊ നിങ്ങൾ കാണാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. പറഞ്ഞ താടിയും പൊട്ടും ഒഫീഷ്യൽ, തടിയും പൊട്ടും ഉണ്ട്, തടിയും പൊട്ടും ഫാൻ ഗേൾ ഉണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. കമന്റ് ടാബിൽ ലിങ്ക് ഉണ്ട്. അപ്പോ പ്രണയത്തെ പറ്റി നമുക്ക് ഇത്ര പറയാമോ? എല്ലാവരും പ്രണയിക്കുക, മനസ്സ് നിറഞ്ഞ് പ്രണയിക്കുക, സ്നേഹിക്കുക. എല്ലാവരോടും സ്നേഹിക്കുക. അതിന് പൈസ കൊടുക്കണ്ടല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ചെയ്യുക എല്ലാവരും. ഞങ്ങള് കഴിഞ്ഞ വർഷത്തെ വാലന്റൈൻസ് ഡേയുടെ അടിപൊളി വീഡിയോ ആണ് അപ്പൂസും പിള്ളേരൊക്കെ ആയിട്ട്. അത് ഇതിന്റെ പുറകിൽ അറ്റാച്ച് ചെയ്യും. ഐ ലവ് യു. പിള്ളേർക്ക് കൊടുക്കാനുള്ള അലീനെ കൊല്ലും. എന്നാലും ഞങ്ങളൊരു ബൈറ്റ് എടുക്കാന്ന് ചോദിച്ചു. അപ്പൂസാണ് ഇത് തരാന്ന് പറഞ്ഞു ഞങ്ങൾക്ക്. അല്ല അവനും മറ്റേ ഇതൊക്കെ ആയിട്ടാ പോയ ആവിയൊക്കെ പിടിച്ചിട്ട് അയച്ചു. ഞങ്ങൾ എന്തായാലും ഇതൊക്കെ കീഴെടുക്കാൻ സമയം എടുക്കും. ഇതൊക്കെ വല്ലപ്പോഴും മേടിച്ചാൽ നല്ല കീറാൻ പറ്റും. ഓ bye guys. Bye.